ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ച വ്യവസായി ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനാകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ജാമ്യ ഉത്തരവിന് ശേഷമുള്ള ജയിൽ നടപടികൾ പൂർത്തിയാക്കാൻ സഹകരിച്ചാൽ ബോബി ചെമ്മണ്ണൂരിന് ഇന്ന് പുറത്തിറങ്ങാം. ഹൈക്കോടതി ജാമ്യം നൽകിയിട്ടും ജാമ്യ ബോണ്ടിൽ ഒപ്പിടാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറായിരുന്നില്ല. ജാമ്യം ലഭിച്ചിട്ടും സാങ്കേതിക പ്രശ്നങ്ങളാൽ ജയിൽ മോചനം സാധ്യമാകാത്തവർക്ക് പിന്തുണയായാണ് ബോണ്ടിൽ ഒപ്പിടാത്തതെന്നാണ് ബോബി ചെമ്മണ്ണൂർ വ്യക്തമാക്കിയത്. വിവരങ്ങളുമായി ജിജീഷ് കർണാകരനൊപ്പം ചേർന്നു. ജിജീഷ്, ഈ കോടതി ജാമ്യം നൽകിയിട്ടും അത് നിരാകരിക്കും പോലെയാണ് ബോച്ചയുടെ പെരുമാറ്റം. ഒരുപക്ഷെ ഇന്നും അത് തുടർന്നാൽ കോടതി കടുത്ത നിലപാടിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും ഇത്തരത്തിൽ വലിയൊരു നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ കോടതി നടപടികളിലേക്കും മറ്റു നടപടികളിലേക്കും നീളുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയിട്ടുള്ള ഈ ഒരു പെരുമാറ്റം ഉണ്ടാകുന്നത്. കാരണം ബോബി ചെമ്മണ്ണൂർ ഇന്നലെ മുതൽ തന്നെ ജയിൽ മോചിതനാകാൻ ജാമ്യം ലഭിച്ചിട്ടും ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചിട്ടും ജയിൽ മോചിതനാകാൻ തയ്യാറായിരുന്നില്ല. അതിന് കാരണമായി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ തന്നെ പോലെ അല്ലെങ്കിൽ ഈ ജയിലിൽ കഴിയുന്ന നിരവധി ആളുകൾക്ക് അവിടെ ബോണ്ട് പണം അടയ്ക്കാൻ ജാമ്യ വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ തുടരുന്ന 10ഓളം പേർ ഇപ്പോഴും കാക്കനാട് ജില്ലാ ജയിലിലുണ്ട്. അവരോടുള്ള അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ടാണ് താൻ ഇത്തരത്തിൽ ജയിലിൽ തുടരുന്നത്. അവർക്ക് അനുകൂലമായ ഒരു സമീപനങ്ങൾ ഉണ്ടാകുന്നത് വരെ താനും ജയിലിൽ തുടരുമെന്ന ഒരു നിലപാടിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നത്. എന്നാൽ നിയമപരമായി ഇത്തരത്തിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം ഒരു പ്രതിക്ക് കോടതിയിൽ ജയിലിനുള്ളിൽ തന്നെ തുടരുക സാധ്യമായ ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എന്ത് നീക്കങ്ങളായിരിക്കും ബോബി ചെമ്മണ്ണൂരിന്റെയും അഭിഭാഷകരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കാരണം ഇന്നലെ 4 മണിയോടുകൂടി തന്നെ ജാമ്യ ഉത്തരവ് ലഭിക്കുന്നു. അതിനുശേഷവും ഇവിടെ വലിയ തോതിൽ ആരാധകർ എന്ന് പറഞ്ഞ് വലിയ ഒരു ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ഇന്നും ഒരുപക്ഷെ അത്തരത്തിലുള്ള നാടകീയമായ രംഗങ്ങൾക്ക് എറണാകുളം ജില്ലാ ജയിൽ പരിസരം സാക്ഷ്യം വഹിക്കാൻ തന്നെയാണ് സാധ്യത. എന്നാൽ ജയിൽ സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് 10 മണിയോടുകൂടി അല്ലെങ്കിൽ 10 മണിക്ക് ശേഷം അഭിഭാഷകർ ഇവിടെ എത്തും. മറ്റു നടപടികൾ ഈ ജാമ്യ ഉത്തരവടക്കം കൈമാറിക്കൊണ്ട് അവർ നടപടികൾ പൂർത്തിയാക്കാൻ തയ്യാറാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇക്കാര്യത്തിൽ ജയിൽ DGPക്ക് ജയിൽ സൂപ്രണ്ട് ഒരു റിപ്പോർട്ട് നൽകും. വിശദമായി തന്നെ ജയിൽ മോചനം സാധ്യമായിട്ടും ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിട്ടും അത് പാലിക്കാതെ ജയിലിൽ തുടരുന്നു അല്ലെങ്കിൽ നിയമവിരുദ്ധമായി ജയിലിൽ തങ്ങാൻ ശ്രമിക്കുന്നു എന്ന കാര്യം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കോടതിയെയും ധരിപ്പിക്കേണ്ടി വരുമെന്ന കാര്യം തന്നെയാണ് ജയിലധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സങ്കീർണമായ ഒരു നിയമപ്രശ്നങ്ങളിലേക്ക് തന്നെ നീളും. എന്നാൽ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ എടുത്തിരുന്ന ഒരു ശക്തമായ സമീപനം താൻ പുറത്തേക്ക് ഇറങ്ങാനില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂർ പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ 10 മണിയോടുകൂടി തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകർ ഇവിടെ എത്തും. കാക്കനാട് ജില്ലാ ജയിൽ ഭാഗത്തേക്ക് എത്തും. അതിനുശേഷം ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും വൈകാതെ തന്നെ ജയിൽ മോചിതനാവുകയും ചെയ്യും. ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ തന്നെ വലിയ ഒരു ആൾക്കൂട്ടമെല്ലാം ഇവിടെ എത്തിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ഇനി പ്രധാനമായും കണ്ടറിയാനുള്ളത്. ഇപ്പോൾ തന്നെ പോലീസ് സന്നാഹം എല്ലാം തന്നെ ഈ ഒരു ജയിൽ പരിസരത്ത് വലിയ തോതിൽ തന്നെ ഉണ്ട്. കാരണം ഒരുപക്ഷെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അത്രയധികം ആളുകളെ എത്തിക്കാനുള്ള ഒരു സാധ്യത ബോബി ചെമ്മണ്ണൂരിന്റെ ആരാധകർ എന്ന നിലയിൽ അവരെ ഈ ഒരു ജയിൽ പരിസരത്ത് വിന്യസിക്കാനുള്ള സാധ്യതയുണ്ട്. വലിയ തോതിൽ പ്രതിഷേധങ്ങളും ഒപ്പം തന്നെ ബോബി ചെമ്മണ്ണൂരിന് അനുകൂലമായ മുദ്രാവാക്യം വിളികളും എല്ലാം ആയി ഈ ഒരു ജയിൽ പരിസരം മാറാനുള്ള സാധ്യതയുണ്ട്. സാധാരണ നിലയിൽ അത്തരത്തിൽ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് പോയാൽ മാത്രമാണ് പോലീസിനോ അല്ലെങ്കിൽ ജയിൽ അധികൃതർക്കോ ഇടപെടാൻ കഴിയുക. സാധാരണ നിലയിൽ ഒരാളെ ജയിലിൽ നിന്ന് മോചിതനാകുന്ന ആളെ സ്വീകരിക്കാൻ എത്തുന്ന ആളുകൾ എന്ന നിലയിൽ അവർക്കെതിരെ നടപടി അല്ലെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് മാറ്റുക സാധ്യമല്ല. എന്നാൽ ഇവിടെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊരു ഘട്ടം വന്നാൽ സ്വാഭാവികമായും പോലീസ് ഇടപെടും. ഇന്ന് തന്നെ ജയിലിന് പുറത്തേക്ക് ഇറങ്ങാൻ ബോബി ചെമ്മണ്ണൂർ തയ്യാറാകുമോ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നും കടുംപിടുത്തവും മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ സ്വാഭാവികമായും തുടർ നിയമ നടപടികളിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ നീങ്ങുക. അതെ, ബോച്ചയുടെ ജയിൽ പ്രവേശനം പോലെ തന്നെ ജയിൽ വിമോചനവും വലിയ ബോധപൂർവം നാടകീയമാക്കുന്നതാകാനാണ് സാധ്യത. അതെ, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചാൽ പുറത്തു വരണം എന്നല്ലാതെ വീണ്ടും കടുംപിടുത്തം പിടിച്ച് അവിടെ കിടക്കേണ്ടതില്ലല്ലോ. അത് കോടതിയുടെ കൂടുതൽ നടപടിക്ക് പോലും ചിലപ്പോൾ കാരണമായേക്കാം.